ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന ബ്ലഡ് ബാത്തിന് ശേഷം മാർക്കറ്റ് ഒരു റിക്കവറിയുടെ സൂചനകൾ ഇന്ന് നൽകിയിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 22,960 പക്ഷേ 23,137 വരെ നിഫ്റ്റി ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ 22,857 വരെയും താഴോട്ടേക്കും വന്നിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആ ഒരു 23,000 മുകളിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത നിഫ്റ്റിക്ക് പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവസാന നിമിഷം മാർക്കറ്റിൽ വിതിൻ ഹാഫ് ആൻ അവർ വലിയൊരു സെൽ ഓഫ് നടന്നു. സെൽ ഓൺ റൈസ് എന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവർ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ മാർക്കറ്റ് വീണ്ടും ആ 23,000 താഴെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി ഇനിയും മാറിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു റിക്കവറി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് പ്രധാനമായിട്ടുള്ള റിക്കവറി നടന്നത്. മിഡ് ക്യാപ്പിലെ ഒരു റിക്കവറിയുടെ സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷം വമ്പിച്ച സെൽ ഓഫ് നടന്നതിനാൽ അതുണ്ടായില്ല. അതുപോലെ സ്മോൾ ക്യാപ്പ് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ നിഫ്റ്റിയിലെ ഈ ഒരു റിക്കവറിക്ക് നേതൃത്വം നൽകിയത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിലുള്ള ഉണർവാണ്. നമ്മൾ ബാങ്ക് ഇൻഡെക്സ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള 12 സ്റ്റോക്കുകളിൽ ഫെഡറൽ ബാങ്ക് ഒഴിച്ചിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവായിരുന്നു. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിലുണ്ടായ ഇടിവാണ് ഫെഡറൽ ബാങ്ക് താഴോട്ട് പോകാൻ കാരണം. പക്ഷേ മറ്റ് 11 സ്റ്റോക്കുകളും മുന്നോട്ടേക്ക് കുതിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ NBFC സെക്ടറിൽ ബജാജ് ടിൻസ് പോലെയുള്ള ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിലുള്ള 13ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ് നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ 100 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാനായത്. അപ്പോൾ ഈ ബാങ്കിങ് മേഖലയിലുള്ള ഈ ഒരു ബുള്ളിഷ്നെസ്സിന് കാരണമായത് RBIയുടെ തീരുമാനമാണ്. അതായത് പൊതുവിപണിയിൽ ഇടപെട്ടിട്ട്, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതുവഴി 60,000 കോടി രൂപ മൂല്യമുള്ള സർക്കാർ സെക്യൂരിറ്റികൾ തിരികെ വാങ്ങാനാണ് RBIയുടെ ഒരു നീക്കം. ഇത് കൂടാതെ വോളണ്ടറി റീടെൻഷൻ റൂട്ട് അഥവാ VRR വഴി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലേലം വഴി 50,000 കോടി കൂടി വിപണിയിൽ എത്തിക്കുവാനുള്ള ശ്രമവും RBI നടത്തുകയാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ഉണർവുണ്ടാക്കി. കാരണം അത് ബാങ്കിങ് മേഖലയിൽ വൻതോതിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കും. ഇപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറഞ്ഞു വരുന്ന ബാങ്കിങ് മേഖലയിൽ ഒരു ഗുഡ് ന്യൂസാണ് ഈ ഒരു നീക്കം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല ഉണർവുണ്ടായത്. കൂടാതെ ബാങ്കിങ് സ്റ്റോക്കുകൾ പലതും ലോ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു പോസിറ്റീവ് ന്യൂസും അതായത് അട്രാക്റ്റീവ് വാല്യുവേഷനും കൂടി കൂടിച്ചേർന്നപ്പോൾ ബാങ്കിങ് സ്റ്റോക്കിൽ നല്ലൊരു ബൈങ് ഉണ്ടായി. അങ്ങനെയാണ് അവിടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഓട്ടോ സെഗ്മെൻറ്റിലും റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലും നല്ലൊരു മുന്നേറ്റം ഉണ്ടായി. ഇതിൻ്റെ കാരണം റേറ്റ് കട്ട് വരുമെന്നുള്ള ആ ഒരു സൂചനയാണ്. സ്വാഭാവികമായിട്ടും RBI ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അതിനുശേഷമോ സ്വാഭാവികമായിട്ടും ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ റേറ്റ് കട്ട് ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒന്ന് ഓട്ടോ സെഗ്മെൻറ്റാണ്, മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ആ സെഗ്മെൻറ്റിലാണ് ഇന്ന് ഉണർവുണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളുണ്ടായ ഉണർവും റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സെഗ്മെൻറ്റിൽ ഉണ്ടായ ഉണർവും മൊത്തത്തിൽ RBIയുടെ ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സൂചന വരാൻ പോകുന്ന ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ രീതിയിലുള്ള പല നീക്കങ്ങളും നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്ന ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ലോകത്തിലെ പേഴ്സണൽ ഫിനാൻസ് രംഗത്തെ ഒരു പോപ്പുലർ ഫിഗറായിട്ടുള്ള റോബർട്ട് കിയോസാക്കി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇപ്പോൾ റോബർട്ട് കിയോസാക്കി അദ്ദേഹം എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകത്തിലൂടെയാണ് ഫേമസ് ആകുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തപ്പോൾ 6 വർഷം തുടർച്ചയായിട്ട് ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച ബുക്കാണ്. ഇപ്പോഴും ലോകം മുഴുവൻ പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റ് വെൽത്ത് ക്രിയേഷൻ രംഗത്തും ഇടപെടുന്ന ഇൻവെസ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബുക്കായിട്ട് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് തുടരുകയാണ്. മലയാളത്തിലടക്കം ലോകത്തിലെ വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകമാണിത്. ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച ആശങ്ക, ആ ട്വീറ്റ് കഴിഞ്ഞ ദിവസം വന്നത് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയുണ്ട്. ആ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ റോബർട്ട് കിയോസാക്കിയുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: 2013 ഞാൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് വരാൻ പോകുന്നത് ഇനി 2025 ഫെബ്രുവരിയിലായിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വളരെ ശുഭമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരും അവരുടെ അസറ്റുകൾ വിൽക്കും, സ്റ്റോക്കുകളും ബോണ്ടുകളൊക്കെ വിൽക്കും, വീടുകൾ വിൽക്കും, കാറുകൾ വിൽക്കും. എന്നിട്ട് എല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിറ്റ് കോയിനിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ക്രിപ്റ്റോയിലും ഗോൾഡിലും സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൻ്റെ അന്തസാരം. അപ്പോൾ അദ്ദേഹം ട്വീറ്റ് അവസാനിപ്പിക്കുന്നത് റിച്ച് ഡാഡിൻ്റെ ഈ ഒരു പ്രവചനം
തീർച്ചയായിട്ടും സത്യമാകുമെന്നുള്ള. അപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. കാരണം സാധാരണ എല്ലാവരും പ്രവചിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രവചിക്കുക. പക്ഷേ ഇവിടെ പ്രവചിച്ചിട്ടുള്ളത് അടുത്ത മാസം വരാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്തരം പ്രവചനം നടത്തണമെങ്കിൽ അസാമാന്യമായ ധൈര്യം ആവശ്യമാണ്. അപ്പോൾ ലോകത്തിലെ ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ സ്വാധീനിച്ച ഒരു ഫൈനാൻസ് ഗുരു എന്ന നിലയിൽ ഈ റോബർട്ട് കിയോസാക്കിയുടെ പ്രവചനം വളരെ ഗൗരവമായി കാണുന്നവരുണ്ട്. എന്നാൽ അതിനെ അവജ്ഞയോടെ തള്ളിക്കളയുന്നവരും ധാരാളമുണ്ട്. അപ്പോൾ ആ തള്ളിക്കളയുള്ള കാരണം പല ഇടവേളകളിലും ഇദ്ദേഹം ഇതേപോലെ പല പ്രവചനങ്ങൾ നടത്തുകയും അതെല്ലാം ഫലിക്കാതെ പോവുകയും ചെയ്തതിൻ്റെ പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവചനം 2011 അന്ന് ഏപ്രിലിൽ ഇദ്ദേഹം ചെയ്ത ആ ഒരു ട്വീറ്റ്, അതായത് 2008 ആ ഒരു ബിഗ് ക്രാഷിന് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ക്രാഷ് ഇനിയും കഴിഞ്ഞിട്ടില്ല, ആ ക്രാഷ് ഇനിയും ആവർത്തിക്കുമെന്നാണ്. 2008 അതേ ബബിൾ ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം അതിനുശേഷം ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ്, പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് അല്ല S&P 500 2008 ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല നമുക്കറിയാം. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവചനം പരാജയപ്പെട്ടിരുന്നു. അതുപോലെ 2015 ഇദ്ദേഹം പ്രവചനം നടത്തി. അന്ന് നടത്തിയ പ്രവചനം 2016 ഏറ്റവും വലിയ ക്രാഷ് വരുമെന്നായിരുന്നു. പക്ഷേ 2016 അമേരിക്കൻ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 15% താഴോട്ടേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്കറിയാം 15% താഴോട്ടേക്ക് വരുന്ന ഒരു പുൾ ബാക്ക് മാത്രമാണ്, അല്ല ഒരു ഹെൽത്തി കറക്ഷൻ മാത്രമാണ്. ആ വർഷം അവസാനം S&P 500 ക്ലോസ് ചെയ്തത് 9.5% ഗെയിനിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രാഷിൻ്റെ പ്രവചനം അവിടെയും പാളിപ്പോവുകയാണ് ഉണ്ടായത്. അതുപോലെ 2017 ജൂലൈ 30 ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. അത് റിയൽ എസ്റ്റേറ്റ് ക്രാഷ് ഉണ്ടാകുമെന്നുള്ള ഒരു ട്വീറ്റായിരുന്നു. അതായത് 2008 പോലെയുള്ള ഒരു ബബിൾ. പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ 2018 ഇദ്ദേഹം ഒരു ലേഖനത്തിൽ പറഞ്ഞത് 2000 .com ക്രാഷും 2008 റിയൽ എസ്റ്റേറ്റ് ക്രാഷും അതിനുശേഷം അടുത്തത് ഇതിനേക്കാൾ വലുതാണ് വരാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹം എഴുതിയതിന് ശേഷം ആ ലേഖനത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പിന്നീട് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരോടും എല്ലാം വിറ്റുപെറുക്കി ഗോൾഡ് വാങ്ങാനാണ് ഉപദേശിച്ചത്. പക്ഷേ ആ വർഷം ഗോൾഡ് 78% മുന്നോട്ട് പോയെങ്കിലും S&P 500 115% മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഗോൾഡിനേക്കാൾ ആ വർഷം റിട്ടേൺ നൽകിയത് സ്റ്റോക്കായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് വിറ്റ് ഗോൾഡ് വാങ്ങിയവരൊക്കെ അന്ന് നഷ്ടത്തിലായി. ഇതേപോലെ 2020 ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കൊറോണ പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം പറഞ്ഞത് ഇത് ഒരു ക്രാഷിൻ്റെ തുടക്കം മാത്രമാണെന്നായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് കൊറോണയ്ക്ക് ശേഷം 53% S&P 500 തിരിച്ചു കയറിയത്. അതുപോലെ 2020 ഇദ്ദേഹം പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഗോൾഡും സിൽവറും ഡോളറൊക്കെ വാങ്ങാനാണ് ഉപദേശിച്ചത്. വലിയൊരു ക്രാഷ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ബിറ്റ് കോയിനിലും വമ്പിച്ച ക്രാഷ് ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ 12 മാസങ്ങൾക്ക് ശേഷം ഗോൾഡ് താഴോട്ടേക്ക് പോയി. അദ്ദേഹം പറഞ്ഞ സിൽവറിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല. അതേസമയം S&P 500 40% മുന്നോട്ട് പോയി. അതുപോലെ ബിറ്റ് കോയിൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തി 356% മുന്നോട്ട് പോയി. ഇതേപോലെ 2021 സെപ്റ്റംബറിലും ഇദ്ദേഹം മാർക്കറ്റ് ക്രാഷ് പ്രവചിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളും ഈ രീതിയിൽ യാതൊരുവിധ റിസൾട്ടും ഇല്ലാതെ പോകുകയുണ്ടായത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ 13 വർഷമായിട്ട് ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ 2011 മുതൽ 2024 വരെയുള്ള അമേരിക്കൻ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് 280%. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ക്രാഷിൻ്റെ ഭീഷണികൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷേ മാർക്കറ്റ് എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴത്തെ ഈ കിയോസാക്കിയുടെ ട്വീറ്റും ഒടുവിൽ മാർക്കറ്റിൽ തരംഗം സൃഷ്ടിച്ച ഡീപ് സീക്ക് AI വരവും തമ്മിൽ ചിലർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീപ് സീക്കിൻ്റെ ചർച്ച വലിയ തോതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ചെലവ് കുറഞ്ഞ AI മോഡൽ അത് US ടെക് കമ്പനികളെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചൈനീസ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഡീപ് സീക്ക് അവരുടെ AI മോഡലായിട്ടുള്ള ഡീപ് സീക്ക് R1 അതുപോലെ ഡീപ് സീക്ക് V3 അത് ലോകത്താകമാനം AI മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നാണ് നാസ്ഡാക്ക് കോമ്പോസിറ്റ് 3% താഴോട്ടേക്ക് പോയത്. അതുപോലെ S&P 500 1.5% താഴോട്ടേക്ക് പോയിരുന്നു. അതുപോലെ NVIDIA എന്ന് പറയുന്നുള്ള ചിപ്പ് നിർമ്മാതാക്കൾ 17% തകർന്നപ്പോൾ ഫിലഡൽഫിയയിലുള്ള സെമി കണ്ടക്ടർ ഇൻഡെക്സ് അത് 9.2% താഴോട്ടേക്ക് പോയി. 2020 കൊറോണയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് ഈ സ്റ്റോക്കുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ $593 ബില്യൺ മാർക്കറ്റ് ലോസാണ് ഈ ടെക് AI കമ്പനി ആയിട്ടുള്ള NVIDIAക്ക് സംഭവിച്ചത്. അപ്പോൾ ലീഡിംഗ് AI ചിപ്പ് മേക്കറായ NVIDIA കൂടാതെ മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ഡെൽ ടെക്നോളജി തുടങ്ങിയുള്ള പല സ്റ്റോക്കുകളിലും ക്രാഷ് ഉണ്ടായി. അപ്പോൾ ഡീപ് സീക്കിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ചാറ്റ് ബോട്ട് US-ന്റെ AI മോഡലിൻ്റെ ചെലവിൻ്റെ എത്രയോ കുറഞ്ഞ ചെലവിലാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഡീപ് സീക്കിൻ്റെ AI അസിസ്റ്റൻറ്റിന് അവരുടെ കോമ്പറ്റീറ്ററായ OpenAI ചാറ്റ് GPTയേക്കാൾ കുറവ് ഡാറ്റ മതിയെന്ന് മാത്രമല്ല കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ്
അതിൻ്റെ എൻട്രി വേർഷനിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ചിലവാണെങ്കിൽ 20 മുതൽ 50 മടങ്ങ് താഴോട്ടാണ്. കൂടാതെ ആപ്പിൾ സ്റ്റോറിൽ ചാറ്റ് GPT-യേക്കാൾ ഡൗൺലോഡ് ഇപ്പോൾ ഡീപ് സീക്കിനാണെന്ന് ഉള്ളതാണ് അതിൻ്റെ പോപ്പുലാരിറ്റി എത്രമാത്രം വർദ്ധിച്ചു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം. അപ്പോൾ ചൈനയുടെ ചിപ്പ് ലഭ്യത കുറച്ച് ചൈനയുടെ AI ഗവേഷണങ്ങളൊക്കെ ചെറുക്കാൻ അമേരിക്ക പലവിധ നിയന്ത്രണങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെല്ലാം വൃഥാവിലാക്കുന്ന രീതിയിലുള്ള ഒരു AI സൊല്യൂഷനാണ് ഇവർ ഡെവലപ്പ് ചെയ്തത്. കാരണം ഇവിടെ ചിപ്പിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചിപ്പ് നിയന്ത്രണങ്ങൾ ഒരിക്കലും ചൈനയുടെ ഈ ഒരു AI മോഡലിനെ ബാധിക്കില്ല എന്നുള്ളത് അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റൊരു സൈഡ് എഫക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്, ഈ ഡീപ് സീക്കിൻ്റെ വരവോടെ അമേരിക്കയുടെ AI മോഡൽ വളരെയധികം എക്സ്പെൻസീവ് ആണെന്ന് നമുക്കറിയാം. കൂടാതെ അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഡാറ്റാ സെൻറ്ററുകളുടെ ഡെവലപ്മെൻറ്റും അതുപോലെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്രയൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ തന്നെ ഇത് സാധ്യമാകുമെന്ന് ചൈന തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ AI അനുബന്ധ മേഖലയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വൃഥാവിലാവുകയാണ്. അത് സൃഷ്ടിക്കുന്ന ഒരു തകർച്ച തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകളിലെ ഭാവിയിൽ ബാധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും NVIDIA-യുമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുന്ന നെറ്റ്വെബ് ടെക്നോളജി. അത് ഇന്നലെ അതിൻ്റെ തകർച്ച നമ്മൾ കണ്ടതാണ്. ആ തകർച്ച ഇന്നും തുടരുകയാണ്. അതുപോലെ ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ അനന്തരാജിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ വിശദീകരിച്ചിരുന്നില്ല. കാരണം അനന്തരാജ് ബേസിക്കലി ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കാണ്. പക്ഷേ അനന്തരാജ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അവർ അനന്തരാജ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനിയിലൂടെ AI രംഗത്തേക്ക് കാലെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റിൽ അവർ ഗൂഗിളുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലൂടെ AI ഇൻഫ്യൂസ്ഡ് സൊല്യൂഷൻസ്, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ടിവിറ്റി സെക്യൂരിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ഡാറ്റാ സെൻറ്റർ രൂപകൽപ്പന ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അനന്തരാജിലുണ്ടായ റാലിക്ക് കാരണമായത്. അല്ലാതെ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒരു സ്വാഭാവിക രീതിയിലുള്ള വളർച്ചയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റാലിക്ക് കാരണമായ ഈ ഒരു ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റിലാണ് ഈ ഒരു പുതിയ ഡീപ് സീക്കിൻ്റെ വരവോടുകൂടി പ്രസക്തി ഇല്ലാതാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തകർച്ച സ്റ്റോക്കിലുണ്ടായത്. ഇന്നും അതിൻ്റെ തകർച്ച 20% മുകളിലാണ്. അപ്പോൾ വമ്പിച്ച ഒരു തകർച്ചയാണിത്. അപ്പോൾ അനന്തരാജിൻ്റെ തകർച്ചയ്ക്ക് കാരണവും ഈ ഒരു വാർത്തയാണ് എന്ന് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ മാർക്കറ്റ് മൊത്തത്തിൽ റോബർട്ട് കിയോസാക്കി പറയുന്നത് പോലെ തകരുമെന്നൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് ഇമ്മച്യൂർഡായിട്ടുള്ളൊരു വ്യൂ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഈ വാർത്തയോട് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു വെയ്ക്കപ്പ് കോൾ ആണെന്നാണ്. അപ്പോൾ എന്താണ് വെയ്ക്കപ്പ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളോടും അല്ലെങ്കിൽ അവിടുത്തെ ഈ AI ലീഡേഴ്സിനോടൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സിലിക്കൺ വാലി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മാർക്ക് ആൻഡ്രീസൺ പറഞ്ഞിട്ടുള്ളത് ഈ ഡീപ് സീക്കിൻ്റെ RI മോഡൽ AI രംഗത്തെ സ്പുട്നിക് മൂവ്മെൻ്റ് ആണെന്നാണ്. അപ്പോൾ എന്താണ് ഈ സ്പുട്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമുക്കറിയാം റഷ്യയും അമേരിക്കയും തമ്മിൽ ശക്തമായിട്ടുള്ള ശീതസമരം നടക്കുന്ന കാലത്ത് സ്പേസ് ടെക്നോളജിയുടെ മേഖലയിൽ റഷ്യ സ്പുട്നിക് ലോഞ്ച് ചെയ്തതോടെ 1950 അമേരിക്കയും റോക്കറ്റ് അയക്കാൻ തുടങ്ങി. അങ്ങനെ മാറി മാറി അമേരിക്കയും റഷ്യയും ഈ തരത്തിലുള്ള വലിയൊരു മത്സരം ആ മേഖലയിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നല്ല തോതിലുള്ള പുരോഗതി സ്പേസ് ടെക്നോളജിയിലുണ്ടായി. ഇതുപോലെയുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയുടെ AI-യുടെ കടന്നുവരവ് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഭാവിയിൽ വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റിന് കാരണമാകും. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ ഒരു അപ്രമാദിത്വത്തെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ അവരോട് പ്രവർത്തിക്കാനാണ് ട്രംപ് ആഹ്വാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ജയൻ്റ് ആയിട്ടുള്ള ടെക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ മേഖലയിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോഴുള്ള ഈ ഒരു ക്രാഷ് തിരിച്ചു വരും. കാരണം ഇതൊരു നീ ജർക്ക് റിയാക്ഷനാണ്. ഒരു വാർത്തയുടെ മേലെ നമ്മൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടൊരു പ്രതികരണം മാത്രമാണ്. ഇതൊരിക്കലും സസ്റ്റെയിൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷുകൾ ഉണ്ടായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രാഷ് എപ്പോൾ വരുമെന്ന് ഒരാൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയും, സ്റ്റോക്ക് മാർക്കറ്റ് എത്ര ക്രാഷ് ഉണ്ടായാലും ആ ക്രാഷിനെ സ്റ്റോക്ക് മാർക്കറ്റ് അതിജീവിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ചരിത്രം പറയുന്നത് അതാണ്. എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അതിലും ശക്തമായ രീതിയിൽ അത് തിരിച്ചു വന്നിട്ട് പുതിയ ഉയരങ്ങൾ താണ്ടിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റോബർട്ട് കിയോസാക്കിയുടെ ഈ ഒരു പ്രവചനം
ഒരു പ്രവചനം മാത്രമായിട്ട് അവിടെ നിൽക്കാനേ പറ്റുകയുള്ളൂ. അതിന് ഉപോത്പലകമായിട്ടുള്ള എന്തെങ്കിലും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ബിറ്റ് കോയിനിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് അത് തോന്നുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.